നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ ട്രെയിനിനകത്ത് വരുന്ന ഫുഡുകളൊക്കെ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ എങ്ങനെ സംസാരിക്കാം ഹിന്ദിയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ട്രെയിനിൽ ഒരാൾ ആഹാര സാധനം കൊണ്ട് പോവുകയാണ്. അപ്പം നമ്മൾ അങ്ങേരോട് ചോദിക്കുകയാണ്, കഴിക്കാൻ എന്തൊക്കെയുണ്ട്? ഭായ് ഖാനേ മേ ക്യാ ക്യാ ഹേ? ഖാനേ മേ ക്യാ ഹേ? കഴിക്കാൻ എന്താണുള്ളത്? ഇഡ്ഡലി, ഉപ്മ, വട അങ്ങനെയുള്ള കുറേ സാധനങ്ങളുടെ പേര്, ഫുഡ് ഐറ്റംസിൻ്റെ പേര് പുള്ളി പറയും. അപ്പോൾ നമുക്ക് ഇഡ്ഡലി കഴിക്കാനാണ് താല്പര്യമെങ്കിൽ നമ്മൾ ആദ്യം വില ചോദിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇഡ്ഡലിക്ക് എത്ര രൂപയാണ്? ഇഡ്ഡലി കിത്നേ കി ഹേ? കിത്നേ കി ഹേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ വില എന്തുവാണെന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ ഇഡ്ഡലി കാ ഭാവ് ക്യാ ഹേ? ഇഡ്ഡലി കിത്നേ കി ഹേ? അപ്പോൾ ഇഡ്ഡലി കൊണ്ടുവന്ന ആൾ പറയും, 4 ഇഡ്ഡലിക്ക് 30 രൂപയാണ്, അല്ലെ 40 രൂപയാണ്, എങ്ങനെയാണോ പ്രൈസ് അതനുസരിച്ച് പറയും. 4 ഇഡ്ഡലി 30 രൂപയ്ക്ക്, 4 ഇഡ്ഡലിക്ക് 30 രൂപയാണ്. അപ്പോൾ നമുക്ക് ആ വില പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, 1 പ്ലേറ്റ് ഇഡ്ഡലി തരൂ, 1 പ്ലേറ്റ് ഇഡ്ഡലി ദേ ദോ, അല്ലെങ്കിൽ 1 പ്ലേറ്റ് ദേ ദോ, അങ്ങനെ പറഞ്ഞാലും മതി. 1 പ്ലേറ്റ് ഇഡ്ഡലി ദേ ദോ, 1 പ്ലേറ്റ് ഇഡ്ഡലി തരൂ. ഇനി നമുക്ക് വില കൂടുതലായിട്ട് തോന്നിയാൽ നമ്മൾ പറയും, ഭാവ് ജാദാ ഹേ, അല്ലെങ്കിൽ പ്രൈസ് ജാദാ ഹേ, ഹംകോ നെയ് ചാഹിയേ, അങ്ങനെയും പറയാം നമുക്ക്. ഇനി വട വേണമെന്നുണ്ടെങ്കിൽ വടയ്ക്ക് എത്രയാണ്? വട കിത്നേ കാ ഹേ? വട കിത്നേ കാ ഹേ? വടയ്ക്ക് എത്രയാണ്? 1 വട 10 രൂപ കാ ഹേ? ഒരു വടയ്ക്ക് 10 രൂപയാണ്. ഒരു വട 10 രൂപ. 1 വട 10 രൂപ കാ ഹേ? അപ്പോൾ നമുക്ക് ചോദിക്കണം തോന്നും, അത് ഫ്രഷ് ആണോ, പഴയതാണോ, അതോ ഇന്ന് തന്നെ ഉണ്ടാക്കിയതാണോ എന്നുള്ള അർത്ഥത്തിൽ ഫ്രഷ് ആണോ? വട താജാ ഹേ? താജ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഉണ്ടാക്കിയത്. വട താജാ ഹേ? വട ഫ്രഷ് ആണോ? അതെ, ഇന്ന് തന്നെയാണ് ഉണ്ടാക്കിയത്. ഹാ, ആജ് ഹി ബനായാ ഹേ? ആജ് ഹി ബനായാ ഗയാ ഹേ എന്ന് പറയാം, അല്ലെങ്കിൽ ആജി ബനായാ ഹേ, ഇന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. വളരെ എരിവില്ലല്ലോ, അല്ലെങ്കിൽ വളരെ എരിവുള്ളതല്ലല്ലോ. ബഹുത് തീക്കാ തൊ നഹീ ഹേ നാ? ബഹുത് തീക്കാ തൊ നഹീ ഹേ? അങ്ങനെ ചോദ്യം പോലെ ചോദിക്കുമ്പോൾ നാ ചേർക്കണമെന്നില്ല. ബഹുത് തീക്കാ തൊ നഹീ, അല്ലെങ്കിൽ തീക്കാ തൊ നഹീ ഹേ നാ, അങ്ങനെ ചോദിച്ചാൽ മതി. തീക്ക എന്ന് പറഞ്ഞാൽ എരിവ്. ഇല്ല, അധികം എരിവില്ല. ജാദാ തീക്ക നഹീ ഹേ? നഹീ ജാദാ തീക്ക നഹീ ഹേ, അധികം എരിവില്ല. ഇനി നല്ല എരിവുണ്ടെങ്കിൽ ആ ജാദാ തീഖാ ഹേ, നല്ല എരിവുണ്ട്, അങ്ങനെ പറയാം. വേറെ എന്തെങ്കിലും വേണോ? ഓർ കുച്ച് ചാഹിയേ? ഓർ കുച്ച്, വേറെ എന്തെങ്കിലും. ഓർ കുച്ച് ചാഹിയേ, വേറെ എന്തെങ്കിലും വേണോ? ഓർ കുച്ച് വെച്ച് നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ പറയാം. ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ, അതുപോലെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഓർ കുച്ച് ബോൽനാ ഹേ? ഓർ കുച്ച് ബോൽനാ ഹേ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഓർ കുച്ച് കർനാ ഹേ? അങ്ങനെ നമുക്ക് ഏത് സെൻറ്റൻസ് വേണമെങ്കിലും ചോദിക്കാം. ഇനി എന്തെങ്കിലും കൊണ്ടുവരണോ? ഓർ കുച്ച് ലാനാ ഹേ? ഇനി എന്തെങ്കിലും കൊടുക്കണോ? ഓർ കുച്ച് ദേനാ ഹേ? അങ്ങനെ നമുക്ക് പറയാം. ചായയുണ്ടോ? ചായ് ഹേ ക്യാ? ചായ് ഹേ ക്യാ? ചായയുണ്ടോ? കോഫി ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ കോഫി ഹേ ക്യാ? നമ്മൾ സംസാരിക്കുമ്പം ഈ ക്യാ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ആ പറയുന്ന വർത്തമാനത്തിൻ്റെ ആ ടോൺ അനുസരിച്ച് ക്വസ്റ്റ്യനാണെന്ന് മനസ്സിലാവും. ചായ ഹേ അല്ലെങ്കിൽ കോഫി ഹേ, അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഉണ്ടോ എന്ന് ചോദിക്കുവാന്ന്. അതിന് മറുപടിയായിട്ട് ചായ് ഹേ എന്ന് പറഞ്ഞാൽ ചായയുണ്ട്, കോഫി ഹേ, കോഫിയുണ്ട്. ചൂടാണല്ലോ അല്ലേ, അല്ലെങ്കിൽ ചൂടുണ്ടല്ലോ അല്ലേ, ചൂടുള്ളതല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് ഗരം ഹേന, ഗരം എന്ന് പറഞ്ഞാൽ ചൂട്, ഗരം ഹേന, ചൂടല്ലേ, ചൂടുള്ളതല്ലേ. ഇനി മധുരം കുറച്ചിടൂ. ചീനി കം ഡാൽന, ചീനി കം ഡാൽന, പഞ്ചസാര കുറച്ചിടൂ. കൂടുതലിടണമെങ്കിൽ ചീനി ജാദാ ഡാൽന, അല്ലെങ്കിൽ ചീനി ജാദാ ഡാലോ. 2 ചായ തരൂ. ദോ ചായ് ദേന. ദോ ചായ് എന്ന് വെറുതെ പറഞ്ഞാൽ മതി, അല്ല ദോ കപ്പ് ചായ എന്ന് പറയണ നിർബന്ധമൊന്നുമില്ല. ദോ ചായ് ദേന, 2 ചായ തരൂ. ചായ നല്ലതാണ്. ചായ് ബഡിയാ ഹേ? ബഡിയ എന്ന് പറഞ്ഞാൽ നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വാക്ക്. അച്ഛാ ഹേ എന്ന് പറയാം. ചായ് അച്ഛാ ഹേ, ചായ നല്ലതാണ്. അല്ലെങ്കിൽ ചായ് ബഡിയാ ഹേ, ചായ നല്ലതല്ല, ചായ അച്ഛാ നഹീ ഹേ. സമോസ കണ്ടപ്പോൾ നമ്മൾ ചോദിക്കുക, സമോസ ഫ്രഷ് ആണോ, പുതിയതാണോ? സമോസ താജാ ഹേ? അല്ലെങ്കിൽ സമോസ താജാ ഹേ ക്യാ? അത് നമുക്ക് വേറൊരു രീതിയിലും ചോദിക്കാം. താജാ ബനാ ഹേ? ഇപ്പോൾ ഉണ്ടാക്കിയതാണോ? താജാ ബനാ ഹേ, അങ്ങനെ ചോദിക്കാം. ഇത് എത്ര നേരം മുമ്പ് ഉണ്ടാക്കിയതാണ്? ഇസെ കിത്നി ദേർ പെഹ്ലെ ബനായ? കിത്നി ദേർ പെഹ്ലെ, എത്ര നേരം മുമ്പ്. ബനായ, ഉണ്ടാക്കി. അല്ലെങ്കിൽ ഇസെ കിത്നി ദേർ പെഹ്ലെ ബനായ, ഇത് എത്ര നേരം മുമ്പാണ് ഉണ്ടാക്കിയത്. എളുപ്പത്തിൽ ചോദിക്കാം, കബ് ബനായ,
എപ്പോഴാണ് ഉണ്ടാക്കിയത്? കബ് ബനായ. ഇന്ന് തന്നെയാണോ ഉണ്ടാക്കിയത്? ആജി ബനായ. അങ്ങനെ ചോദിക്കാം. ആജി ബനായ, ആജി ഹി ബനായ. ഇന്ന് തന്നെയാണോ ഉണ്ടാക്കിയത്? ഒരു സമോസ തരൂ. ഏക് സമോസ ദേന. ഏക് സമോസ ദേന. ഒരു സമോസ തരൂ. സമോസ വാങ്ങിച്ചപ്പം അത് തണുത്തിരിക്കുക. അപ്പം നമ്മൾ പറയുക ഏ തോ ബഹുത് ഠണ്ടാ ഹൈ. ഏ ഗരം നെയ്യേ. ഗരം നെയ്യേ എന്ന് പറഞ്ഞാൽ ചൂടില്ല. സമോസ ഗരം നെയ്യേ, ഇതിന് ചൂടില്ല. ഇതൊന്ന് ചൂടാക്കി തരാൻ പറ്റുമോ? ഇസേ ഗരം കർക്കെ ദേ സക്തേ ഹെ. ഇസേ ഗരം കർക്കെ ദേ സക്തേ ഹെ. ചൂടാക്കി തരാൻ പറ്റുമോ? അങ്ങനെ ചൂടാക്കി കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയാണ് വളരെ രുചിയുണ്ട്, ബഹുത് സ്വാദിഷ്ടേ. അല്ലെങ്കിൽ അതിന് നമുക്ക് വളരെ നല്ലതാണെന്ന് ബഹുത് അച്ഛാ എന്ന് സിമ്പിളായിട്ടും പറയാം. അല്ലെങ്കിൽ ബഹുത് സ്വാദിഷ്ടേ. നമുക്ക് ഒരു സമോസയും കൂടെ വേണം. അതിന് ഒരെണ്ണം കൂടി തരൂ. ഏക്കോർ ദേന. ഏക്കോർ ഒരെണ്ണം കൂടി. ഏക്കോർ ദേന ഒരെണ്ണം കൂടി തരൂ. ഇനി ചൂട് കൂടുതലാണ്, ഇത് വളരെ ചൂടാണ്. ഏ ജാദാ ഗരം ഹേ. ഏ ജാദാ ഗരം ഹേ, ഇതിന് വളരെ ചൂടാണ്. കുറച്ച് തണുത്തതുണ്ടോ? തോടാ ഠണ്ടാ ഹേ ക്യാ. ഠണ്ട തണുത്തത്. തോടാ ഠണ്ടാ ഹേ ക്യാ, കുറച്ച് തണുത്തതുണ്ടോ? ശ്രദ്ധിച്ചു വയ്ക്കൂ. ധ്യാൻ സെ രഖ്ന അല്ലെങ്കിൽ ധ്യാൻ സെ രഖോ. അത് വീണുപോവും. വോ ഗിർ ജായേഗ. ഗിർ ജായേഗ, വീണുപോവും. ഇനി എന്ത് കിട്ടും? ഓർ ക്യാ മിലേഗ. മിൽന കിട്ടുക, മിലേഗ കിട്ടും. അല്ലെങ്കിൽ ഇനി എന്തുണ്ട്? ഓർ ക്യാ ഹേ, ഇനി എന്തുണ്ട്? ആഹാരം വളരെ നല്ലതായിരുന്നു. ഖാന ബഹുത് അച്ഛാ ഥാ. ഖാന ബഹുത് അച്ഛാ ഥാ. ആഹാരം വളരെ നല്ലതായിരുന്നു. ഇനി നമുക്ക് വെള്ളം വേണം. അപ്പോൾ കുറച്ച് തണുത്ത വെള്ളം തരൂ. തണുത്ത വെള്ളം തരൂ. ഠണ്ടാ പാനി ദേന. ഠണ്ടാ പാനി ദേന. കുറച്ചെന്നുകൂടെ പറയണമെങ്കിൽ തോടാ ഠണ്ടാ പാനി ദേന എന്ന് പറയണം. തോടാ ഠണ്ടാ പാനി ദേന, കുറച്ച് തണുത്ത വെള്ളം തരൂ. തണുത്ത വെള്ളം തരൂ. ഠണ്ടാ പാനി ദേന. തീർന്നു പോയി. ഖത്തം ഹോ ഗയ. ഖത്തം ഹോ ഗയ എന്ന് പറഞ്ഞാൽ തീർന്നു പോയി. ഖത്തം ഹോന തീരുക. സാരമില്ല, പ്രശ്നമില്ല. കോയി ബാത് നഹി. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ട് അതില്ല എന്ന് പറയുമ്പം നമ്മൾ പറയത്തില്ല ഓ കുഴപ്പമില്ല, കോയി ബാത് നഹി. അതിന് പകരമായിട്ട് കൈ നെയ് അങ്ങനെയും പറയാം. കോയി ബാത് നെയ് അല്ലെ കൈ നെയ്. കുൽ മിലാക്കർ കിത്നെ പൈസേ ഹുയേ. മൊത്തത്തിൽ എത്ര രൂപയായി? കുൽ മിലാക്കർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ. കുൽ മിലാക്കർ കിത്നെ പൈസേ ഹുയേ, എത്ര രൂപയായി? ആകെ എത്ര രൂപയായി? ഇതാ നിങ്ങളുടെ പൈസ. ഏലോ ആപ്കെ പൈസേ. ഇതെടുത്തോളൂ എന്നുള്ളർത്ഥം. ഏലോ ആപ്കെ പൈസേ അല്ലെങ്കിൽ ഏറെ ആപ്കെ പൈസേ അങ്ങനെയും പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ട്രെയിൻ യാത്രയിൽ കോഫിയോ ചായയോ എന്തെങ്കിലും നാസ്ത പോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ അതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്